നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Silks. Moments of value shopping. കണ്ണൂരിലെ റോഡുകളുടെ തകർച്ചയും ഗതാഗതക്കുരുക്കും ഈ മാസം 20 മുതൽ അനിശ്ചിതകാല സമരമെന്ന ബസ് ഉടമകൾ 12-ന് കളക്ടറേറ്റിലേക്ക് മാർച്ച്. പോലീസ് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നത് വൻകിട കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയെന്ന് VJ സെബാസ്റ്റ്യൻ. അഴീക്കോട് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നടപടി പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ്. +2 അഴിമതിക്കെതിരെ LDF പ്രക്ഷോഭം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തി. ലീഗ് നടത്തുന്ന അഴിമതിയിൽ ഒപ്പിടുന്ന മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി മാറിയെന്ന് P ജയരാജൻ. പ്രഖ്യാപനം പാഴ്വാക്കായി. കണ്ണൂർ വിമാനത്താവള ടെർമിനൽ നിർമ്മാണം തുടങ്ങിയില്ല. ശിലാസ്ഥാപനം നടത്തിയിട്ട് 1 മാസം പിന്നിടുന്നു. റോഡ് വികസനത്തിന് വേണ്ടിയുള്ള ശ്മശാനം പൊളിക്കൽ. താണയിലെ വിവാദ ശ്മശാനത്തിന് മുന്നിൽ ഫ്ലക്സ് കെട്ടി. ശ്മശാനം വാളുകൾ നിർമ്മിക്കാൻ വിട്ടുനൽകില്ലെന്ന് ശ്മശാന സംരക്ഷണ സമിതി. വാർത്തകൾ വിശദമായി. കണ്ണൂരിലെ റോഡുകളുടെ തകർച്ചയും ഗതാഗതക്കുരുക്കും പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം 20 മുതൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ VJ സെബാസ്റ്റ്യൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് 12-ന് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തും. കണ്ണൂരിൽ പോലീസ് ട്രാഫിക് പരിഷ്കരണം നടത്തുന്നത് വൻകിട കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണെന്നും VJ സെബാസ്റ്റ്യൻ ആരോപിച്ചു. റോഡിന്റെ തകർച്ചയും ഗതാഗതക്കുരുക്കും മൂലം ബസ് സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ബസ് ഓടിക്കാൻ തൊഴിലാളികൾ തയ്യാറാകാത്ത സ്ഥിതിയുണ്ട്. ഇതിനിടെ നിസാര കാര്യങ്ങൾക്ക് കേസ് ചാർജ് ചെയ്ത് ബസ്സുകൾ പിടിച്ചെടുക്കുന്ന നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിൽ സർവീസ് നിർത്തിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് VJ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഈ 12-ാം തീയതി കളക്ടറേറ്റിന് മുമ്പിൽ ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ 9 ബസ്സുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടധർണ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. രണ്ടാമത് പ്രശ്നം പരിഹരിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ ആവശ്യമായ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് വരുന്നില്ലെങ്കിൽ 20-ാം തീയതി മുതൽ ഞങ്ങൾ അനിശ്ചിതകാലത്തേക്ക് ഈ ബസ് സർവീസ് നിർത്തിവെക്കും. മഴ മൂലം റോഡ് പ്രവൃത്തി നടത്താൻ പറ്റില്ലെന്ന് പറയുന്നത് പരിഹാസ്യജനകമാണ്. മാസങ്ങളോളം മഴയില്ലാത്ത കാലമുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഇരുന്നവർ ഇപ്പോൾ മഴയുടെ കാര്യം പറഞ്ഞ് നോക്കുകുത്തികളെ പോലെ നിൽക്കുകയാണ്. റോഡ് വികസനത്തിന് മുന്നിട്ടിറങ്ങുന്നവരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്ന് വരെ ഉണ്ടാകുന്നത്. ഇത് പ്രതിഷേധാർഹമാണെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. അഴീക്കോട് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. രാഹുലിനെതിരെയുള്ള നടപടി പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. വൈകിട്ട് 5:30യോടെയാണ് 40ഓളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. അഴീക്കോട് യൂത്ത് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് PT ഹരീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. DCC പ്രസിഡന്റ് K സുരേന്ദ്രനെതിരെ പ്രവർത്തകർ ശക്തമായ മുദ്രാവാക്യം വിളിച്ചു. അഴിമതിക്കെതിരെ പ്രതികരിച്ചതിനാണ് അഴീക്കോട് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുലിനെതിരെ DCC പ്രസിഡന്റ് നടപടിയെടുത്തതെന്നും എന്നാൽ AP അബ്ദുള്ളക്കുട്ടി MLA കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച DCC ജനറൽ സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന തെറ്റായ നിലപാടാണ് DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ എടുക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് അഴീക്കോട് ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് PT ഹരീഷ് പറഞ്ഞു. ഇന്നലെ കാലത്ത് കണ്ണൂർ MLA അബ്ദുള്ളക്കുട്ടിയെ വീട്ടിൽ കയറി ഒരു സംഘം ക്രിമിനലുകളുമായി വീട്ടിൽ കയറി ഗൂഢമായി ആലോചിച്ച് മർദ്ദിച്ച DCC ജനറൽ സെക്രട്ടറി K പ്രമോദിനെ സംരക്ഷിക്കുന്ന ഒരു മൃഗീയമായ പൈശാചികമായ നിലപാടുമായിട്ടാണ് DCCയുടെ അധ്യക്ഷൻ മുന്നോട്ട് പോകുന്നത്. DCC പ്രസിഡന്റിനെതിരെ KPCC പ്രസിഡന്റിന് പരാതി നൽകിയെന്നും രാഹുലിനെതിരെയുള്ള നടപടി പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. +2 അഴിമതിക്കെതിരെ LDF പ്രക്ഷോഭം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റുകളിലേക്കും ഇന്ന് മാർച്ച് നടത്തി. കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടന്ന മാർച്ച് CPM സംസ്ഥാന കമ്മിറ്റി അംഗം VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ കച്ചവടത്തിന് നേതൃത്വം നൽകുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മാഫിയ ഭരണത്തിനും അഭിസാരികളുടെ ഭരണത്തിനും കോടതിയും നിയമവ്യവസ്ഥയും ഒന്നും ബാധകമല്ല. ജനാധിപത്യത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന ധാരണയാണ് ഉമ്മൻചാണ്ടി സർക്കാരിനുള്ളത്. +2 അഴിമതിയിൽ കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് നടത്തിയതെന്നും C സുനിൽകുമാർ പറഞ്ഞു. ജനാധിപത്യത്തിൽ കേവലം ഭൂരിപക്ഷമുണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം എന്തും ചെയ്യാനുള്ള ലൈസൻസാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നതെന്ന തെറ്റിദ്ധാരണയിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 കൊല്ലമായി നടന്നുകൊണ്ടിരിക്കുന്ന നാണംകെട്ട ഭരണത്തിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഈ +2മായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഹീനമായ അഴിമതി. അതായത്
അന്ന് +2 അനുവദിച്ചത്. സ്റ്റേഡിയം കോർണറിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് തടഞ്ഞു. CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MV ജയരാജൻ, KP സഹദേവൻ, KK രാജേഷ്, C. രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ലീഗ് നടത്തുന്ന അഴിമതിയിൽ ഒപ്പിടുന്ന മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി മാറിയെന്ന് CPM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. +2 അഴിമതിക്കെതിരെ LDF കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഗ് എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് നടപ്പാകുന്ന അവസ്ഥയാണ് കേരളത്തിൽ ഉള്ളതെന്നും P. ജയരാജൻ കുറ്റപ്പെടുത്തി. ഉമ്മൻചാണ്ടിയെ കുറിച്ച് കോൺഗ്രസുകാരും പോലും പറയുന്നത് അദ്ദേഹത്തിന്റെ പേര് മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ നേതാവായിട്ടല്ല മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും കോൺഗ്രസിന്റെ വീക്ഷണമല്ല ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് കോൺഗ്രസുകാർ പോലും രഹസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ്. ലീഗിന് വേണ്ടി ചാണ്ടുന്ന ഒരു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേര് തന്നെ ലീഗ് ചാണ്ടി എന്നാക്കി മാറ്റേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പറഞ്ഞു, ഭരിക്കുന്നത് വേറെ പാർട്ടികളാണെങ്കിലും ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ്. അങ്ങനെയാണ്. ലീഗിന്റെ തീരുമാനം അടിച്ചേൽപ്പിക്കുക, ലീഗുകാർ നടത്തുന്ന അഴിമതികൾക്കടിയിൽ ഒപ്പുവെക്കുന്ന ഒരു മുഖ്യമന്ത്രി, അതാണ് ഉമ്മൻചാണ്ടി. കണ്ണൂരിൽ ശ്മശാനം പൊളിച്ച് റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം. താണ ഒതിയോത്ത് പറമ്പ് തീയ സമുദായ ശ്മശാനത്തിന് മുമ്പിൽ സംരക്ഷണ സമിതി അബ്ദുള്ളക്കുട്ടി MLA-ക്കെതിരെ ഫ്ലക്സ് വെച്ചു. ശ്മശാനം പൊളിച്ച റോഡ് വികസിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ട് DCC സെക്രട്ടറി K. പ്രമോദിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ അബ്ദുള്ളക്കുട്ടിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. തീയ സമുദായം റോഡ് വികസനത്തിന് എതിരല്ല, എന്നാൽ ശ്മശാനം മാളുകൾ നിർമ്മിക്കാൻ വേണ്ടി വിട്ടു നൽകില്ല എന്നെഴുതിയ ഫ്ലെക്സാണ് ശ്മശാനത്തിന്റെ മതിലിൽ സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം റോഡ് വികസനത്തിന്റെ ഭാഗമായി ശ്മശാനത്തിന്റെ മതിൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടായിരുന്നു. അബ്ദുള്ളക്കുട്ടി MLA DCC സെക്രട്ടറി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതും ചൂടുപിടിച്ച ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. എന്നാൽ DCC യോഗത്തിൽ പ്രശ്നം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ദേശീയപാത വികസനത്തിന്റെ പേരിൽ ശ്മശാനം കയ്യേറാനുള്ള നീക്കത്തിൽ ഒതിയോത്തുപറമ്പ് തീയ സമുദായ സംരക്ഷണ സമിതിയാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. അബ്ദുള്ളക്കുട്ടി MLA സ്ഥാനം രാജിവെക്കണമെന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ടെർമിനൽ സ്റ്റേഷന്റെ നിർമ്മാണം തുടങ്ങിയില്ല. ശിലാസ്ഥാപനം കഴിഞ്ഞയുടൻ പ്രവൃത്തി തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും 1 മാസം പിന്നിട്ടിട്ടും നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. പുനരധിവാസ മേഖലയിലേക്ക് ചളിയും മണ്ണും ഒഴുകിയെത്തുന്നതാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്ന് കരുതുന്നു. കഴിഞ്ഞ മാസം 5-നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ടെർമിനൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കനത്ത മഴയാണ് നിർമ്മാണ പ്രവൃത്തി വൈകാൻ കാരണമെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. എന്നാൽ മഴ ശക്തി പ്രാപിച്ചതോടെ കുന്നിടിച്ച് മണ്ണ് നിരത്തിയ പ്രദേശങ്ങളിൽ നിന്നും മറ്റും ചളിയും പാറയും പുനരധിവാസ മേഖലകളിലേക്ക് ഊർന്നിറങ്ങി നാട്ടുകാർക്ക് പ്രശ്നം സൃഷ്ടിച്ചതാണ് പ്രവൃത്തി തുടങ്ങാതിരിക്കാൻ കാരണമെന്ന് കരുതുന്നു. അതേസമയം പദ്ധതി പ്രദേശത്ത് നിന്ന് ടെർമിനൽ സ്റ്റേഷൻ നിർമ്മാണത്തിന് ആവശ്യമായ ചെങ്കല്ല് ശേഖരിക്കുന്ന പ്രവർത്തനവും ചുറ്റുമതിൽ നിർമ്മാണവും നടക്കുന്നുണ്ട്. ചെങ്കല്ലിന് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ കരിങ്കല്ലും ഇവിടെ നിന്നു തന്നെ ശേഖരിക്കുന്നു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കരിങ്കൽ ശേഖരം ഉള്ളതിനാൽ ടെർമിനൽ സ്റ്റേഷൻ ഉൾപ്പെടെ എല്ലാ കെട്ടിടങ്ങൾക്കും ഇത് ഉപയോഗപ്പെടുത്തും. അതിനിടെ മഴ കനത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും നാട്ടിലേക്ക് തിരിച്ചുപോയി. ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. കണ്ണൂരിലെ റോഡുകളുടെ തകർച്ചയും ഗതാഗതക്കുരുക്കും. ഈ മാസം 20 മുതൽ അനിശ്ചിതകാല സമരമെന്ന ബസ്സുടമകൾ. 12-ന് കളക്ടറേറ്റിലേക്ക് മാർച്ച്. പോലീസ് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നത് വൻകിട കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയെന്ന് VJ സെബാസ്റ്റ്യൻ. അഴീക്കോട് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നടപടി പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ്. +2 അഴിമതിക്കെതിരെ LDF പ്രക്ഷോഭം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തി. ലീഗ് നടത്തുന്ന അഴിമതിയിൽ ഒപ്പിടുന്ന മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി മാറിയെന്ന് P. ജയരാജൻ. പ്രഖ്യാപനം പാഴ്വാക്കായി. കണ്ണൂർ വിമാനത്താവള ടെർമിനൽ നിർമ്മാണം തുടങ്ങിയില്ല. ശിലാസ്ഥാപനം നടത്തിയിട്ട് 1 മാസം പിന്നിടുന്നു. റോഡ് വികസനത്തിന് വേണ്ടിയുള്ള ശ്മശാനം പൊളിക്കൽ. താണയിലെ വിവാദ ശ്മശാനത്തിന് മുന്നിൽ ഫ്ലക്സ് കെട്ടി. ശ്മശാനം മാളുകൾ നിർമ്മിക്കാൻ വിട്ടുനൽകില്ലെന്ന് ശ്മശാന സംരക്ഷണ സമിതി. സിറ്റി ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൊയിലി ഹാർട്ട് സെന്റർ, കൊയിലി ഹോസ്പിറ്റൽ, കണ്ണൂർ. ബാഗ് ആൻഡ് ബാഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, രാജീവ് ഗാന്ധി റോഡ് നിയർ ജെ സ്കൂൾ കോർണർ, കണ്ണൂർ. റോയൽ ഇന്ത്യ
Handicrafts, Antiques Art Gallery, Tana Junction, Kannur. Bobby Cheminor International Groups, Bobby and Maradona, Gold, Diamond Jewelry. I value the money he spends for us. Almanama Hypermarkets and Silks. Moments of value shopping. Lil Kids International Grade Preschool, near Payyambalam Beach Road, Kannur. ബാഗുകൾക്ക് മാത്രമായി കണ്ണൂരിലെ പ്രമുഖ സ്ഥാപനം ബെസ്റ്റ് ഓഫ് ബാഗ്സ്, ഇല്ലിക്ക പ്ലാസ, രാജീവ് ഗാന്ധി റോഡ്, കണ്ണൂർ. Celebrate buy one get one free. Design Square, Rajiv Gandhi Road, Kannur. അണിയുന്നവരുടെ ഐശ്വര്യം ഐശ്വര്യ സിൽക്സ്, ബാങ്ക് റോഡ്, കണ്ണൂർ. വാർത്തകൾ തുടരുന്നു. സദാചാര സംഘം ആക്രമിച്ചതായി പരാതി. യുവാവ് ആശുപത്രിയിൽ. കണ്ണാടിപ്പറമ്പ് പുല്ലുപ്പിയിലെ അമീനാണ് ഇന്നലെ രാത്രി ഒരു സംഘത്തിന്റെ മർദ്ദനമേറ്റത്. അമീനെ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 10:30 അമീനും സുഹൃത്തുക്കളായ മുഹമ്മദ്, നാസർ, മുഫാസ് എന്നിവർ റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ ഒരു സംഘം തടഞ്ഞു നിർത്തി മർദ്ദിച്ചുവെന്നാണ് പറയുന്നത്. മുഹമ്മദിനെ മാറ്റി നിർത്തിയ ശേഷം ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു. മുഹമ്മദിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അമീന് മർദ്ദനമേറ്റത്. വടികഷ്ണം കൊണ്ട് അടിക്കുകയും കല്ലുകൊണ്ട് കുത്തുകയുമായിരുന്നു. മർദ്ദനമേറ്റ മുഹമ്മദ്, നാസർ, മുഫാസ് എന്നിവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ചാലാട് ചില്ലിക്കുന്നിൽ 2 വീടുകളുടെ കിണർ തകർന്നു. ഒരു കിണറിന്റെ ആൾമറയും മറ്റൊരു കിണർ പൂർണ്ണമായും താഴുകയുമാണ് ചെയ്തത്. കനത്ത മഴയെ തുടർന്നാണ് അപകടം നടന്നത്. ചാലാട് ചില്ലിക്കുന്നിൽ പൂരത്തൻകണ്ടി ചന്ദ്രമതി, ശ്രീമതി എന്നിവർ താമസിക്കുന്ന വീടിന്റെ ആൾമറയാണ് കനത്ത മഴയെ തുടർന്ന് കഴിഞ്ഞ ദിവസം തകർന്നത്. അവശത അനുഭവിക്കുന്ന ഒരു പുരുഷനും 2 സ്ത്രീകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. തങ്ങൾക്ക് ഇതുവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പറഞ്ഞു. പഞ്ചായത്ത് പറഞ്ഞിട്ട് നിങ്ങൾ താലൂക്ക് കൊണ്ടു കൊടുക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞു നമ്മളെ വീട്ടിൽ 2 സ്ത്രീകൾ, 2 ആളേ ഉള്ളൂ. ഒന്ന് എൻ്റെ ഭർത്താവ് നന്ന അവശനാന്ന് 10-25 കൊല്ലം മുൻപേ അവശനായിട്ട് കിടക്കുന്നതാണ്. തൊട്ടടുത്ത സജുല നിവാസിൽ ബാലന്റെ കിണറാണ് ശക്തമായ മഴയെ തുടർന്ന് താഴ്ന്നു പോയത്. ഏതാണ്ട് 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഇരു വീടുകളും ഗ്രാമപഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും സന്ദർശിച്ചു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് തലശ്ശേരിയിൽ വിദ്യാർത്ഥിനിയെ വീട്ടുമുറ്റത്തിട്ട് കുത്തിക്കൊന്ന കേസിന്റെ വിചാരണ ആരംഭിച്ചു. കേസിൽ ആദ്യം വിസ്തരിച്ച ഉമ്മയും അയൽവാസിയും പ്രതിയുടെ വസ്ത്രങ്ങളും മറ്റും തിരിച്ചറിഞ്ഞു. ചിറക്കരയിലെ ഷഫ്നയാണ് പ്രതിയായ TK മുഹമ്മദ് അഫ്സൽ 2004 വെട്ടിക്കൊന്നത്. ചിറക്കര മോറക്കുന്ന് തൗഫീഖ് മൻസിൽ ചെറിയ പറമ്പത്ത് മുഹമ്മദ് അഫ്സലാണ് പ്രതി. 2004 ജനുവരി 23 ഉച്ചയ്ക്കാണ് സംഭവം. കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്ന പെൺകുട്ടിയെ വീടിന് സമീപത്താണ് വെട്ടിക്കൊന്നത്. കൊലക്കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ പ്രതി ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു പേരിൽ പാസ്പോർട്ട് സംഘടിപ്പിച്ച് കുവൈത്തിലേക്ക് കടന്നു. 2013 ഒക്ടോബർ 8 കുവൈത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഷഫ്നയുടെ അമ്മ ജമീല, അയൽവാസിയായ VN കരുണാകരൻ എന്നിവരെയാണ് വിസ്തരിച്ചത്. ധരിച്ചിരുന്ന വസ്ത്രവും കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കൊടുവാളും പ്രതിയെയും അമ്മ കോടതിയിൽ തിരിച്ചറിഞ്ഞു. സംഭവമറിഞ്ഞ് ഷഫ്നയുടെ വീട്ടിലെത്തിയ അയൽവാസി കരുണാകരനെയാണ് ആദ്യം വിസ്തരിച്ചത്. കരുണാകരൻ ഉൾപ്പെടെയുള്ളവരാണ് ഷഫ്നയെ ആശുപത്രിയിലെത്തിച്ചത്. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം കരുണാകരൻ കോടതിയിൽ തിരിച്ചറിഞ്ഞു. കരിങ്കൽ ചെങ്കൽ ഖനനം നിരോധിച്ച സർക്കാർ നടപടിക്കെതിരെ എക്സ്കവേറ്റർ ആൻഡ് ടിപ്പർ ലോറി ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സമരരംഗത്ത്. ഓഗസ്റ്റ് 11 വാഹന ഉടമകളും തൊഴിലാളികളും സൂചനാ പണിമുടക്ക് നടത്തി ജില്ലാ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ചെങ്കൽ കരിങ്കൽ ഖനനം നിരോധിച്ചതോടെ 100 കണക്കിന് കുടുംബങ്ങൾ പട്ടിണിയിലാകുമെന്നാണ് ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കരിങ്കല്ല്, ചെങ്കല്ല്, ജെല്ലി, പാറമണൽ തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ തീരെ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. നമ്മുടെ നിർമ്മാണ മേഖല ഇന്ന് പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മണൽ ലഭ്യത കുറവ് മൂലം പ്രതിസന്ധിയിലായ നിർമ്മാണ മേഖല ഇന്ന് പൂർണ്ണമായി തകർന്നിരിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണത്തിന് പാരമ്പര്യ തനിമ നിലനിർത്തി നിർമ്മിക്കുന്ന കർക്കിടക മരുന്ന് കഞ്ഞി പുത്തൻ അനുഭവമായി. കമ്പിൽ മനയത്ത് തെക്കയിൽ ഗുരുമഠം അങ്കണത്തിലാണ് കർക്കിടക കഞ്ഞിയും പ്രാധാന്യത്തെക്കുറിച്ചും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുമുള്ള പരിപാടി സംഘടിപ്പിച്ചത്. കർക്കിടക മാസത്തിൽ ദേഹരക്ഷയ്ക്കായി തയ്യാറാക്കുന്ന കഞ്ഞിയാണ് കർക്കിടക കഞ്ഞി. മനുഷ്യ ശരീരത്തിന്റെ പുനരുജ്ജീവനത്തിനും വൃക്ഷലതാദികളുടെ വളർച്ചയ്ക്കും കർക്കിടക മാസം ഉത്തമമാണ്. അന്യം നിന്നുപോകുന്ന നാടൻ ചേരുവകൾ പറമ്പുകളിൽ നിന്നും നേരിട്ട് ശേഖരിച്ച് കൃത്യമായ അനുപാതത്തിൽ ഇടിച്ചു പിഴിഞ്ഞാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. കഞ്ഞി കുടിക്കുന്നവർ എരിവ്, പുളി, ഉപ്പ് എന്നിവ കുറച്ചേ ഉപയോഗിക്കാവൂ. ലഹരി പദാർത്ഥങ്ങളോ മത്സ്യ മാംസാദികളോ കഴിക്കരുത്. 6 വർഷം തുടർച്ചയായി നടത്തിവരാറുള്ള പരിപാടിയിൽ ദൂരദേശത്തു നിന്നുള്ളവരടക്കം നിരവധി പേരാണ് പങ്കെടുത്തത്.
മരുന്നുകഞ്ഞിയെയും ഔഷധ സസ്യങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചും പുത്തൻ തലമുറയ്ക്ക് അറിവ് നൽകുക എന്നതാണ് ലക്ഷ്യമെന്ന് മനയത്ത് തെക്കയിൽ ഗുരുമഠത്തിലെ പ്രധാനിയായ പാർത്ഥസാരഥി പറയുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ മുടക്കിക്കൊണ്ടാണ് ചികിത്സ നടത്തുന്നത്. അപ്പോൾ ആ പൈസ തീർന്നാലും കടവാക്കിയിട്ടാണ് നമ്മൾ ഓരോരാളും വിട്ടുപോകുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ചിലവും ഇല്ലാത്ത ചികിത്സ, നമുക്ക് ഒരു ചിലവും ഇല്ലാത്ത ചികിത്സ, ഒരുപാട് രോഗങ്ങൾക്ക് ഒരു ചിലവും ഇല്ലാത്ത നമുക്ക് ഇവിടെ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ള ഔഷധങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഒറ്റ ഡോസ് കൊണ്ട് തന്നെ ഒരുപാട് രോഗങ്ങൾ, അതുപോലെ തന്നെ ഈ തലവേദന, അങ്ങനെ ഒരുപാട് രോഗങ്ങൾ ഒറ്റ ഡോസ് മരുന്ന് ഉള്ളിൽ കഴിക്കാതെ തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ പഠിക്കുക, അത് അറിയുക, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. നാട്ടാചാരപ്രകാരം മരുന്നുകഞ്ഞി പല ഭാഗത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റം ശരീരത്തിൽ തരണം ചെയ്യാൻ ചിലവ് കുറഞ്ഞതും ആയുർവേദത്തിൽ അധിഷ്ഠിതമായ മരുന്നുകഞ്ഞി ഏറെ സഹായകമാണ്. ഭക്ഷണത്തിലൂടെ മരുന്ന് എന്ന ആശയമാണ് മരുന്നുകഞ്ഞിയുടെ അടിസ്ഥാനം. കണ്ടുകെട്ടിയ കൃഷിഭൂമി വനംവകുപ്പ് തിരികെ നൽകിയില്ലെന്ന് പരാതി. പട്ടയം അനുവദിച്ചതും നികുതി അടയ്ക്കുന്നതുമായ തന്റെ സ്ഥലം വനംവകുപ്പ് കയ്യേറി വർഷങ്ങളായി കുടുംബത്തെ പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് പയ്യാവൂരിലെ നാരായണനും മക്കളുമാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത്. കോടതി ഉത്തരവുണ്ടായിട്ടും വനം വകുപ്പ് പിടിച്ചെടുത്ത് ജണ്ടയിട്ട 5.74 ഏക്കർ കൃഷിഭൂമി തിരികെ നൽകിയില്ല. നിക്ഷിപ്ത വനത്തിൽ അതിക്രമിച്ചു കയറി മരം മുറിച്ചെന്ന കള്ളക്കേസാണ് ഒടുവിലായി ചേർത്തിരിക്കുന്നത്. 90 വയസ്സായ താൻ ജയിലിൽ കിടന്ന കേസ് വിചാരണ നേരിടുമെന്നും നാരായണൻ പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് എൻ്റെ സ്ഥലം കയ്യേറിയിരിക്കുന്നു. അതോടുകൂടെ ഞാൻ 1963 ജന്മി കരക്കാട്ടിടം ഉണ്ണമ്മൻ നായനാരിൽ നിന്നാണ് നാരായണൻ സ്ഥലം പാട്ടത്തിനെടുത്തത്. 73 നികുതി അടയ്ക്കാൻ തുടങ്ങി. 76 ഇരിക്കൂർ ലാൻഡ് ട്രൈബ്യൂണലാണ് പട്ടയം അനുവദിച്ചത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTA ജില്ലാ നേതാക്കൾ സ്റ്റേഡിയം കോർണറിൽ ഉപവാസ ധർണ നടത്തി. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. +2 അഴിമതി സമഗ്ര അന്വേഷണം നടത്തുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം 1:30 1:35 കുറയ്ക്കുക, എല്ലാ വിദ്യാലയങ്ങളിലും സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുന്ന നടപടികളാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത് എന്നും പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന ഈ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും TV രാജേഷ് MLA പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് MT സുധീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ PP ഗംഗാധരൻ, T സുജാത തുടങ്ങിയവർ സംസാരിച്ചു. ബുദ്ധിപരമായി വെല്ലുവിളികൾ നേരിടുന്നവർക്കിടയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ സേക്രഡിന്റെ മഹാസംഗമം ഈ മാസം 9 തിരുവനന്തപുരത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സ്പെഷ്യൽ സ്കൂളുകൾ എയ്ഡഡ് ആക്കുന്ന നടപടി പെട്ടെന്ന് പൂർത്തീകരിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു. സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകിയ സംസ്ഥാന സർക്കാരിന് അഭിനന്ദനങ്ങൾ അറിയിച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചും നടത്തുന്ന സംഗമം പുത്തരിക്കണ്ടം മൈതാനത്ത് 10 മണി മുതൽ 2 മണി വരെയാണ്. എയ്ഡഡാക്കുന്ന നടപടി പെട്ടെന്ന് പൂർത്തീകരിക്കുക, ജയരാജ് കമ്മീഷൻ നടപ്പാക്കുക, ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് തുല്യനീതി, പൂർണ്ണ പങ്കാളിത്തം, അവകാശം എന്നിവ ഉറപ്പാക്കുക, പ്രായഭേദമന്യേ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് സംഗമത്തിന്റെ ലക്ഷ്യം. അല്ല ഡേ കെയർ സെൻറ്റേഴ്സ് ആകുമ്പോൾ അറ്റ്ലീസ്റ്റ് മോർണിംഗ് ടു ഈവനിങ് സ്കൂളിൽ വരുമല്ലോ എന്നുള്ള, അപ്പോൾ അതിൻ്റെ കൂടെ ഞങ്ങൾ ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മാറ്റം കാണുന്നുമുണ്ട്. ചെറിയ കുട്ടികൾക്ക് ചെറുതാവുമ്പം ചേർത്തിയ മാതിരിയുള്ള മാറ്റം അല്ലെങ്കിലും അവിടെ സ്നേഹവും ഒരു പരിഗണനയൊക്കെ കിട്ടുമ്പം പിന്നെ പുറം ലോകത്തിൽ ഇറങ്ങാം, അവർക്കും ഒരു സന്തോഷം, രാവിലെ ഡ്രസ്സ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിൽ അവർക്കും മാറ്റം വരുന്നുണ്ട്. അപ്പം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അക്രമവിരുദ്ധ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി KK ശൈലജ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യപരമായ സമരങ്ങളെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾ അടിച്ചമർത്തി അവിടെ യുദ്ധമുണ്ടാക്കുകയാണെന്ന് KK ശൈലജ പറഞ്ഞു. അമേരിക്കൻ പട്ടാളത്തെ അയച്ചു, നാറ്റോവിന്റെ പട്ടാളത്തെ അയച്ചു, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. 2ാം ലോക മഹായുദ്ധകാലത്ത് വൻകിട രാഷ്ട്രങ്ങളെല്ലാം കൂടി ഉണ്ടാക്കിയ പട്ടാള സഖ്യമാണ്. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ആ സഖ്യം പിരിച്ചുവിടണമെന്ന് ലോകത്തിലെ ജനാധിപത്യവാദികൾ മുഴുവൻ പറഞ്ഞതാണ്. പക്ഷേ അമേരിക്ക അതിന് തയ്യാറായില്ല. ആ നാറ്റോ സഖ്യം നിലനിർത്തി.
നിലനിർത്തിയതിന്റെ ഭാഗമായിട്ട് തന്നെ ആ സഖ്യത്തെ ഉപയോഗപ്പെടുത്തി ലോകരാഷ്ട്രങ്ങളിൽ കടന്നു കയറാൻ അമേരിക്ക ഇന്നും ശ്രമിക്കും. AKG ഹാളിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് കെ ലീല അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ MV സരള, പി ശ്യാമള, കെ ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിലെ അഴിമതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ക്വാറി ക്രഷർ വിരുദ്ധ സമരസമിതി ജിയോളജി വകുപ്പ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. TPR നാഥ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് വിനോദ് പയ്യട അധ്യക്ഷത വഹിച്ചു. ഭാസ്കരൻ വെള്ളൂർ, പള്ളിപ്രം പ്രസന്നൻ, രാജീവൻ ചാലോട് തുടങ്ങിയവർ സംസാരിച്ചു. ക്വാറി ക്രഷർ ഉടമകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്ന് TPR നാഥ് പറഞ്ഞു. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭരണകർത്താക്കളുടെ ഇടയിൽ ഉദ്യോഗസ്ഥ വൃന്ദ പ്രമുഖരുടെ സംഘടിതമായ ചിന്തയുടെ കൂടാതെ ഫലമായി ഈ രാജ്യം അനുദിനം ഇവിടുത്തെ ഒരുപാട് അഴിമതിയുടെയും മറ്റു തെറ്റിന്റെയും വഴിയിൽ പോകുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം കണ്ണടച്ചിട്ട് കാര്യമില്ല. സെക്യൂരിറ്റി ഫോർ കോൺട്രാക്ടർ സോഷ്യൽ സെക്യൂരിറ്റി ഷെയർ വിതരണ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ജവഹർ ലൈബ്രറി ഹാളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ട്രഷറർ ബഷീർ കുണ്ടായിത്തോട് ഷെയർ അപേക്ഷ ഏറ്റുവാങ്ങി. മട്ടന്നൂരിലെ CP ശശിധരന്റെ കുടുംബസഹായ ഫണ്ട് C അബ്ദുൽ കരീം വിതരണം ചെയ്തു. M സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. K രത്നാകരൻ, PM കൃഷ്ണൻ നായർ, PM ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ കണ്ണപുരം ഈസ്റ്റ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന PSC ലാസ്റ്റ് ഗ്രേഡ് മോഡൽ പരീക്ഷയ്ക്ക് തുടക്കമായി. കണ്ണപുരം ഈസ്റ്റ് UP സ്കൂളിൽ നടന്ന പരീക്ഷയിൽ 100ഓളം പേർ പങ്കെടുത്തു. CPM കണ്ണപുരം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം K ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത പരീക്ഷ ഈ മാസം 24-ന് ചെറുകുന്ന് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ നടക്കും. പങ്കെടുക്കുന്നവർക്ക് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാം. അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂൾ സംഗീത ക്ലബിന്റെ ഉദ്ഘാടനം ഗായകനും സംഗീതജ്ഞനുമായ ദിലീപ് കുമാർ പാതിരിയാട് നിർവഹിച്ചു. നന്ദകുമാർ, അജയകുമാർ, ജയചന്ദ്രൻ, ഉല്ലാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം വെള്ളി നിരക്ക്. ഭീമ ഗോൾഡ് സ്വർണം വെള്ളി നിരക്കുകൾ. ഭീമ കോഴിക്കോട്, കണ്ണൂർ, സുൽത്താൻ ബത്തേരി. സ്വർണം ഗ്രാമിന് 2630 രൂപ, പവന് 21,040 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ, 10 ഗ്രാമിന് 480 രൂപ. അറിയിപ്പുകൾ. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ MSc സ്റ്റാറ്റിസ്റ്റിക്സിന് SSC ST വിഭാഗത്തിൽ സീറ്റ് ഒഴിവുണ്ട്. ആഗസ്റ്റ് 8-ന് 11 മണിക്ക് ഡിപ്പാർട്ട്മെന്റിലെത്തണം. അഴീക്കോട് മീൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി സെക്ഷനിൽ ജൂനിയർ വിഭാഗത്തിൽ കോമേഴ്സ് HSST ഒഴിവുണ്ട്. അഭിമുഖം നാളെ രാവിലെ 10-ന്. മേലൂർ കൃഷ്ണപിള്ള സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നടത്തുന്ന ജില്ലാതല ഓപ്പൺ ചെസ് പ്രൈസ് മണി മത്സരം 10-ന് രാവിലെ 10-ന് മേലൂർ ബേസിക് സ്കൂളിൽ നടക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 9847442119. പച്ചക്കറി തൈ വിത്ത് വിതരണം ആരംഭിച്ചു. ആവശ്യമുള്ളവർക്ക് കണ്ണൂർ യോഗശാല റോഡിലെ ഓഫീസിൽ നിന്ന് ലഭിക്കും. ബന്ധപ്പെടേണ്ട നമ്പർ 0492708211. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് I value the money he spends for us. Almanama Hypermarkets and Things. Moments of value shopping. കണ്ണൂരിലെ റോഡുകളുടെ തകർച്ചയും ഗതാഗതക്കുരുക്കും. ഈ മാസം 20 മുതൽ അനിശ്ചിതകാല സമരമെന്ന ബസ് ഉടമകൾ. 12-ന് കളക്ടറേറ്റിലേക്ക് മാർച്ച്. പോലീസ് ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കുന്നത് വൻകിട കച്ചവട സ്ഥാപനങ്ങൾക്ക് വേണ്ടിയെന്ന് VJ സെബാസ്റ്റ്യൻ. അഴീക്കോട് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കായക്കൽ രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നടപടി പിൻവലിക്കുന്നതുവരെ പ്രക്ഷോഭം നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ്. +2 അഴിമതിക്കെതിരെ LDF പ്രക്ഷോഭം ആരംഭിച്ചു. സെക്രട്ടേറിയറ്റിലേക്കും കളക്ടറേറ്റിലേക്കും മാർച്ച് നടത്തി. ലീഗ് നടത്തുന്ന അഴിമതിയിൽ ഒപ്പിടുന്ന മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി മാറിയെന്ന് P ജയരാജൻ. പ്രഖ്യാപനം പാഴ്വാക്കായി. കണ്ണൂർ വിമാനത്താവള ടെർമിനൽ നിർമ്മാണം തുടങ്ങിയില്ല. ശിലാസ്ഥാപനം നടത്തിയിട്ട് 1 മാസം പിന്നിടുന്നു. റോഡ് വികസനത്തിന് വേണ്ടിയുള്ള ശ്മശാനം പൊളിക്കൽ. താണയിലെ വിവാദ ശ്മശാനത്തിന് മുന്നിൽ ഫ്ലക്സ് കെട്ടി. ശ്മശാനം വാളുകൾ നിർമ്മിക്കാൻ വിട്ടുനൽകില്ലെന്ന് ശ്മശാന സംരക്ഷണ സമിതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.